ഇതാണ് മണ്ണിടിച്ചിൽ. ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. കണ്ടില്ല ശക്തമായ വെള്ളപ്പൊക്കം. കടാളൊക്കെ ഒലിച്ചു പോകണ്ട. പോകണ്ട ശക്തമായ കാറ്റാണ് ഇവിടെ കാണിച്ച് തോൽപ്പിക്കാതെ മരങ്ങളും കെട്ടിടങ്ങളെല്ലാം തകർത്തത്. വരികളൊക്കെ തെറിച്ചു പോകാൻ ശക്തമായ കാറ്റാണ്. ഭൂകമ്പം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് കുലുങ്ങും. കുലുങ്ങുമ്പോഴാണ് കെട്ടിടങ്ങളെല്ലാം നിലത്ത് വീണത്. ഭൂകമ്പത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ആൾക്കാരും വീടുകളെല്ലാം ഇടിഞ്ഞ് ഇതിനകത്ത് കാട്ടുതീയാണ്. കാടുകളെ തീ പറ്റിക്കില്ലേ? ഏക്കറക്കണക്കിന് കാടുകളും ജീവികളൊക്കെ നശിക്കും അല്ലേ? അതാണ് കാട്ടുതീ. സാധാരണ തിര കാണുന്നത് പോലെയല്ല, ഉയരത്തിലാണ്. അടുത്ത അഗ്നിപർവ്വത സ്ഫോടനം. അതായത് പാറ അകത്ത് തീ പോയപ്പോ പുറത്തൊരു ലാഭം പൊട്ടിത്തെറിക്കും. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് പ്രകൃതിക്ഷോഭങ്ങൾ. അപ്പൊ പ്രകൃതിക്ഷോഭങ്ങൾ ഏതൊക്കെ നമ്മൾ കണ്ടു? ആദ്യത്തെ എന്ത് കണ്ടു? ഉരുൾപൊട്ടല്. രണ്ടാമത് കണ്ടോ? മണ്ണിടിച്ചില് കണ്ടു. പിന്നെയോ ഭൂകമ്പം കണ്ടു, സുനാമി കണ്ടു, ചുഴലിക്കാറ്റ് കണ്ടു, കാട്ടുതീ കണ്ടു അല്ലേ? ഇതിന്റെയൊക്കെ രൂക്ഷതകൾ കണ്ടില്ലേ? ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടും അല്ലേ? അപ്പൊ ഇതാണ് പ്രകൃതിക്ഷോഭങ്ങൾ. അപ്പൊ നമുക്കിനി അടുത്ത് മനുഷ്യന്റെ എന്തൊക്കെ ഇടപെടൽ കൊണ്ടാണ് ആവാസ വ്യവസ്ഥ ഇല്ലാതാവുന്നതെന്ന് നമുക്ക് നോക്കാം. മനുഷ്യന്റെ ഇടപെടൽ അല്ലേ? നമ്മളെ മനുഷ്യരെ ഇടപെടലുകൾ നടത്തുന്ന ആവാസത്തിൽ അല്ലേ? അപ്പൊ ഒരുപാട് ജീവികളുടെ ജീവന്റെ സ്ഥലം, വാസസ്ഥലം ഇല്ലാതാകും. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കട്ട് ചെയ്തു.